കൃപയുടെ വഴിയിലേക്ക് സ്വാഗതം. മക്കൾ എന്ന മഹാത്മ്യത്തെക്കുറിച്ച് കൃപയുടെ വഴികളിലൂടെ പലതവണ നമ്മൾ അടുത്തെറിഞ്ഞു ശ്രവിച്ചു. ഇന്നിതാ മക്കൾ എന്ന മഹാത്മ്യത്തെക്കുറിച്ച് നമ്മളോട് മനസ്സ് തുറക്കുന്നതിനായി കാസർഗോഡ് സ്വദേശികളായ ഷിജു നൈസിൽ ദമ്പതികൾ. അവരുടെ വിശേഷങ്ങളിലേക്ക്. കൃപയുടെ വഴിയിലേക്ക് ഷീചേട്ടനെ നൈസ്ലേച്ചിനെ സ്വാഗതം ചെയ്യുന്നു. ഫുൾ ടൈം സുശേഷ വേലയ്ക്കായി മാറ്റിവെച്ച ചേട്ടന്റെ ധന്യജീവിതത്തെക്കുറിച്ചും ചേട്ടന്റെ ഫാമിലിയെക്കുറിച്ചും പ്രേക്ഷകർക്കായിട്ടൊന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായും 23 വർഷങ്ങൾക്ക് മുമ്പ് ജിസ്യൂത്ത് മുന്നേറ്റവുമായി ബന്ധപ്പെട്ട ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ ഇടവന്നതാണ് എന്റെ ആത്മീയ ജീവിതത്തിന്റെ ഒരു തിരിച്ചുവരവിന് കാരണമായത്. വളരെ സ്വാഭാവികമായ സാധാരണ നിലയിലുള്ളൊരു ക്രൈസ്തവ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഞങ്ങളുടെ കുടുംബത്തെ മാറ്റിമറിച്ചത് ആ കാലഘട്ടത്തിൽ പങ്കെടുത്ത ഒരു നവീകരണ ധ്യാനത്തിൽ വെച്ചായിരുന്നു. തുടർന്ന് ജിസ്യൂത്തുമായുള്ള സജീവ ബന്ധം മുന്നോട്ട് പോവുകയും പ്രാർത്ഥനാ ഗ്രൂപ്പും മറ്റ് ലീഡർഷിപ്പ് ഫോർമേഷൻ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതും ഒക്കെ എന്റെ ജീവിതത്തിൽ ധാരാളമായ മാറ്റങ്ങൾക്ക് കാരണമായി. സ്വർഗമുണ്ടെന്നും സ്വർഗം ലക്ഷ്യമാക്കിയാണ് ജീവിക്കേണ്ടതും എന്ന നല്ലൊരു ബോധ്യം ആ കാലയളവിൽ എന്റെ ഉള്ളിൽ ഉറച്ചു. കുടുംബജീവിതം തെരഞ്ഞെടുക്കത്തപ്പോൾ ആ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം എന്താണെന്ന് കുറേം കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ എനിക്ക് നവീകരണ അനുഭവം സാധ്യതമായി. അങ്ങനെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ധാരാളം പഠനങ്ങളും വിചിന്തനങ്ങളും എന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ മക്കൾ ദൈവം തരുന്നത് എത്രയോ അത് മുഴുവൻ സ്വീകരിക്കുക എന്നതാണ് കുടുംബജീവിതത്തിന്റെ വിജയമെന്ന് തിരിച്ചറിയാൻ ഇടയായി. എന്റെ വീട്ടിൽ അപ്പനും അമ്മയും ഞങ്ങൾ 2 പേരാണ് മക്കൾ. ഞങ്ങൾ ഇരട്ടകളാണ്. കുടുംബജീവിതത്തിൽ വന്നപ്പോൾ ഇന്ന് എന്റെ വീട്ടിൽ 14 അംഗങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട പപ്പയും മമ്മിയും എന്റെ ബ്രദർ ഞങ്ങൾ വിവാഹം കഴിച്ചതും ഇരട്ടകളെ തന്നെയാണ്, ഒരേ കുടുംബത്തിൽ നിന്നുള്ളവര്. എനിക്കിപ്പോൾ 5 മക്കളുണ്ട്. അതിൽ ഇപ്പോൾ ഏറ്റവും ഇളയ കുട്ടികൾക്ക് 1 വയസ്സ് കഴിഞ്ഞു. അവരും ഇരട്ടകളാണ്. എന്റെ ബ്രദറിന് 3 കുട്ടികളുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സന്തോഷമായി 14 പേരോടങ്ങുന്ന ഒരു കുടുംബം മുന്നോട്ട് പോകുന്നു. ഇനിയും ദൈവം തരുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്ന വലിയ സ്വപ്നവും താല്പര്യവും ഉള്ളിലുണ്ട്. ഏഴെട്ട് വർഷക്കാലം മുമ്പ് കർത്താവ് തന്ന ഒരു ചിന്തയുടെ ഫലമായി കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളെ സഹായിക്കുക എന്ന ദൈവികമായ പ്രചോദനത്താൽ ഉൾക്കൊണ്ട് ഹോളി ഹോം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ മുന്നേറ്റം ആരംഭിച്ചു. താമരശ്ശേരി രൂപതാധ്യക്ഷൻ റെമേജിസ് പിതാവാണ് അതിന്റെ രക്ഷാധികാരി. KCBC ഫാമിലി കമ്മീഷന്റെ സെക്രട്ടറി അച്ഛൻ ജോസ് കോട്ടയിലച്ഛനാണ് അതിന്റെ ആനിമേറ്റർ. ആ ഒരു മുന്നേറ്റവുമായി കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങളെല്ലാം സഹായിക്കുന്ന വലിയൊരു പദ്ധതിയുമായിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. 3 വർഷങ്ങളായി അത് ആരംഭിച്ചിട്ട് ഈ 3 വർഷത്തിനിടയിൽ 10-30 ലക്ഷം രൂപയോളം വലിയ കുടുംബങ്ങൾക്ക് സഹായം ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്നത് ദൈവ പരിപാലനയായി മനസ്സിലാക്കുകയാണ്. തീർച്ചയായും ഓരോ കത്തോലിക്ക കുടുംബങ്ങളിലും ദൈവം നൽകുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കുന്നത് വഴി മാത്രമേ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നത്തിൽ നമ്മൾക്ക് സമ്പൂർണമായി പങ്കുചേരാനും
സഭയെ വളർത്താനും ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുന്നതിൽ ക്രൈസ്തവ കുടുംബങ്ങളുടെ മിഷൻ ദൗത്യം പൂർത്തീകരിക്കാനാകൂ എന്ന് ദൈവികമായ ഒരു പ്രേരണയും ചിന്തയും ഈ ഒരു കൂട്ടായ്മയ്ക്ക് പിന്നിലുണ്ട്. ഹോളി ഹോമിൽ അംഗമാണെന്ന് പറഞ്ഞല്ലോ. ഈ ഹോളി ഹോം കൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഇതുവരെ എന്തൊക്കെ അതിൽ ചെയ്തു, ഇനി മുമ്പോട്ട് എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്? യേശുക്രിസ്തുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ച് ദൈവം ഏൽപ്പിക്കുന്ന കുടുംബജീവിതത്തിൽ ദൈവഹിതപ്രകാരം ജീവിച്ച് കുടുംബത്തെ ഗാർഹിക സഭയായി പണിതുയർത്തുന്ന കൂട്ടായ്മയാണ് ഹോളി ഹോം എന്ന് പറയുന്നത്. ഇതൊരു ദൈവിക പ്രേരണയിൽ ഒന്ന് രൂപപ്പെട്ട ഒരു പ്രവർത്തന മേഖലയാണ്. കേരളത്തിൽ ധാരാളം മുന്നേറ്റങ്ങളുണ്ട്. യുവജനങ്ങൾക്ക് വേണ്ടി ജീസൂത്ത് മുന്നേറ്റമുണ്ട്, കുട്ടികൾക്ക് വേണ്ടി ക്രിസ്ത്യൻ മുന്നേറ്റമുണ്ട്. ഇത് കുടുംബങ്ങളുടെ സമഗ്ര വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു മുന്നേറ്റമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഓരോ ദമ്പതികളും അവർക്ക് അവരുടെ ജീവിതത്തിന്റെ സുഖകരമായ സാഹചര്യത്തിന് അനുകൂലമായ രീതിയിൽ മക്കളുടെ എണ്ണത്തെ കുറയ്ക്കുമ്പോൾ ദൈവം നൽകുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കാനും അതുവഴി ലോകത്തിന് അനുഗ്രഹമാകാനും കുടുംബത്തെ സഹായിക്കുന്ന ഒരു പ്രവർത്തന മേഖല കൂടിയാണ്. ദൈവം തരുന്ന എല്ലാ മക്കളെയും സ്വീകരിക്കാൻ ദമ്പതികളെ ആത്മീയമായും മാനസികമായും ഭൗതികമായും സഹായിക്കുക എന്നതാണ് ഈ ഒരു കൂട്ടായ്മയുടെ ഏറ്റവും പ്രകടമായ ഒരു പ്രവർത്തന മേഖല. പടന്നക്കാട് കേന്ദ്രീകൃതമായാണ് ആ കൂട്ടായ്മ ആരംഭിച്ചിരിക്കുന്നത്. മാത്യു പയ്യനാട്ട് എന്ന് പറയുന്ന അച്ഛനാണ് അതിന്റെ ആനിമേറ്റർ ആയിരുന്നു. ഇവിടെ അച്ഛന്റെ വളരെ പ്രേരണയും താല്പര്യവും മൂലമാണ് ഇത് ആരംഭിച്ചത്. വളരെ ഒന്നുമില്ലായ്മയിൽ ആരംഭിച്ച ഈ മുന്നേറ്റം ഇന്ന് 3 വർഷങ്ങൾ കഴിഞ്ഞു നിൽക്കുമ്പോൾ 400ഓളം വലിയ കുടുംബങ്ങളെ, 4ൽ കൂടുതൽ മക്കളുള്ള 400ഓളം കുടുംബങ്ങളെ സാമ്പത്തികമായി സഹായിക്കാനായിട്ട് ദൈവം വഴിയൊരുക്കി. 8 മക്കളുള്ള ഒരു കുടുംബത്തിന് വീടും സ്ഥലവും ഇല്ലായിരുന്നു. അവർക്ക് 22 സെന്റ് സ്ഥലവും വീടും വാങ്ങിക്കൊടുക്കാനായിട്ട് ദൈവം ഇടവരുത്തി. കൂടുതൽ മക്കളുള്ള കുറേയേറെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് നഴ്സിംഗിനും BEdനും ഇങ്ങനെ ഹയർ സ്റ്റഡീസിന് സഹായിക്കാൻ നമുക്ക് പറ്റി. അടുത്ത വർഷം മുതൽ കർത്താവ് തന്ന പ്രേരണയനുസരിച്ച് ടീം ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും ആലോചിക്കുകയും ചെയ്തപ്പോൾ ദൈവം തന്ന ചിന്തയനുസരിച്ച് വലിയൊരു പ്രൊജക്ടിന് തുടക്കം കുറിക്കുകയാണ്. 6 അതിലധികമോ മക്കളുള്ള കേരളത്തിലെ 31 കുടുംബങ്ങളെ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കത്തോലിക്ക കുടുംബങ്ങളെ കണ്ടെത്താനും ഓരോ കുട്ടികൾക്കും 5000 രൂപ എന്ന നിലയിൽ 10 വർഷത്തേക്ക് ആ കുടുംബത്തെ മുഴുവൻ ഇൻഷുർ ചെയ്യാനുമുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ 6 കുട്ടികളുള്ള കുടുംബത്തിന് ഓരോ വർഷവും 30,000 രൂപ വെച്ച് 10 വർഷത്തേക്ക് അവരുടെ പേരിൽ നമ്മൾ ഇൻഷുർ ചെയ്യുകയാണ്. 1 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണത്. ഇങ്ങനെ കേരളത്തിലെ എല്ലാ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന വലിയ കുടുംബങ്ങളെയും കണ്ടെത്തണമെന്നും അതിൽ ഭാഗഭാക്കാകണമെന്നും അങ്ങനെ സമ്പത്തില്ലാത്തതുകൊണ്ട് ഒരു കുടുംബവും മക്കളുടെ എണ്ണം കുറയ്ക്കാൻ ഇടയാകരുത് എന്നുള്ള ദൈവികമായ പ്രേരണയാണ് ഇതിന്റെ പിന്നിലുള്ളത്. ആദ്യകാലം മുതൽ കേരളത്തിന്റെ നവീകരണത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന CC ആലിസുകുട്ടി ഇതിന്റെ എൽഡറാണ്. കെയറോസ് മാസികയുടെ എഡിറ്റർ കൂടിയായ സണ്ണി കോക്കാപ്പള്ളി ഇതിൽ അംഗമാണ്. വിവിധ പ്രായത്തിലുള്ള ആളുകളുടെ, വൈദികരുടെ, താമരശ്ശേരി രൂപതാധ്യക്ഷന്റെ ഒക്കെ വലിയ സാന്നിധ്യവും പ്രാർത്ഥനയും പിൻബലവും ഈ ഒരു കൂട്ടായ്മയെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കൊയിനോണിയ എന്ന പ്രോഗ്രാമിൽ വെച്ച് ഈ കഴിഞ്ഞ ദിവസം ആദ്യമായി ഹോളി ഹോം ഒരു പബ്ലിക്കേഷൻ, ഒരു പുസ്തകം പുറത്തിറക്കി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ 129 ബുധനാഴ്ച പ്രസംഗങ്ങൾ, ശരീരത്തിന്റെ ദൈവശാസ്ത്രം എന്ന പേരിൽ ആന്റണി ചുണ്ടിലിക്കാട്ടച്ചൻ വിവർത്തനം ചെയ്ത ആ പുസ്തകം അവിടെ വെച്ച് പ്രകാശനം ചെയ്യുകയുണ്ടായി. അതിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികമായ വരുമാനം മുഴുവൻ കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത്. ഈ ഒരു ഹോളി ഹോം മുന്നേറ്റം ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് 2 കുട്ടികളാണ് അന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചിന്തകളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവം വളരെ അപ്രതീക്ഷിതമായി 3ാമതൊരു കുഞ്ഞിനെ തരുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വലിയ മാധ്യസ്ഥവും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് 3ാമത്തെ കുഞ്ഞിന് ആഗ്നൽ ജോൺ പോൾ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിനുശേഷം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി കാസർഗോഡ് ജില്ലയിലെ വലിയ കുടുംബങ്ങൾ, 43 വലിയ കുടുംബങ്ങളെ പടന്നക്കാട് ഇടവകയിൽ വെച്ച് ഒരുമിച്ച് കൂട്ടുകയും ഹോളി ഹോം ആരംഭിച്ചിട്ട് 1 വർഷം കഴിഞ്ഞ് അതിന്റെ ഒരു ജൂബിലിയുമായി ബന്ധപ്പെട്ട്, ആഘോഷവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പിതാവിനെ വിളിക്കുകയും 43 കുടുംബങ്ങൾക്കും 5000 രൂപ വില വരുന്ന ഗിഫ്റ്റ് നൽകാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോഴാണ് എന്റെ ഭാര്യ 4ാമത് പ്രഗ്നന്റ് ആകുന്നത്.
ആ കാലഘട്ടത്തിൽ പോയി ചെക്കപ്പ് കഴിയുമ്പോൾ ഒരു കുഞ്ഞാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. എന്നാൽ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ചെക്കപ്പിന് പോയി ചെക്കപ്പ് ചെയ്യുമ്പോഴാണ് 2 കുട്ടികളാണ് എന്നറിയുന്നത്, ഇരട്ട കുട്ടികളാണ് എന്ന് മനസ്സിലാകുന്നത്. ഇതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്ത കാര്യം, ദൈവത്തിന്റെ ഓരോ കുടുംബവും, അവൻ സ്ഥാപിച്ച ഓരോ കുടുംബവും അവന്റെ ഹിതപ്രകാരം അവൻ നൽകുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാകേണ്ടതുണ്ടെന്നും അതിന് അവർ ഏതൊക്കെ തരത്തിലാണോ അവരെ സഹായിക്കേണ്ടത് അത് ഓരോ കത്തോലിക്ക കുടുംബങ്ങളുടെയും ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. കർത്താവ് മുഴുവൻ സമയം സുവിശേഷത്തിനായി ഞാൻ ഇറങ്ങി പുറപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ഇടയിലും യുവജനങ്ങളുടെ ഇടയിലും ഇടവക ധ്യാനങ്ങളിലും മറ്റ് ശുശ്രൂഷകൾക്കുമായി പോയപ്പോൾ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇത് സുഖകരമായ ഒരു യാത്രയാണ്, നിങ്ങളെ വിളിക്കുന്നിടത്ത് ചെല്ലുക, ധ്യാനിപ്പിക്കുക. പക്ഷേ ഇവിടെ കുടുംബങ്ങൾ തകരുന്നു, കുടുംബങ്ങൾ ഇല്ലാതാകുന്നു, അതുവഴി സഭയുടെ ബലം നഷ്ടപ്പെടുന്നു. 2.3 എങ്കിലും ജനന നിരക്കുണ്ടെങ്കിൽ ഒരു സമൂഹം മതം പിടിച്ചു നിൽക്കാനാവും. ഇവിടെ നമ്മൾ 1.3 ആണ്. ഇവിടെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു സുവിശേഷ പ്രഘോഷണ മേഖലയാണ് ദൈവം നൽകുന്ന മക്കളെ സ്വീകരിക്കാൻ ദമ്പതികളെ ഒരുക്കുക എന്നുള്ളത്. അത് വളരെ കുഞ്ഞുനാൾ മുതലേ അവരെ ഒരുക്കേണ്ടതുണ്ട്. അങ്ങനെ വളരെ 6ലോ 7ലോ പഠിക്കുന്ന കാലഘട്ടം മുതൽ ഓരോ ക്രൈസ്തവ കുട്ടികളും എന്തിനാണ് വിവാഹമെന്നും കുടുംബമെന്നും അതിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാക്കി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ എളുപ്പം ദൈവം നൽകുന്ന മക്കളെ സ്വീകരിക്കാനുള്ള മാനസിക ബലം അവർക്കുണ്ടാകും. അതിനുള്ള പരിശ്രമങ്ങളൊക്കെയായി ബന്ധപ്പെട്ടാണ് ഈ മുന്നേറ്റം മുന്നോട്ട് പോകാൻ ശ്രമം നടത്തുന്നത്. തീർച്ചയായും ഒരു കുടുംബവും പണമില്ലാത്തതിന്റെ പേരിൽ മക്കൾ വേണ്ട എന്ന് തീരുമാനമെടുക്കാൻ ഇടയാകരുത്. ദൈവം എനിക്ക് ഇരട്ടക്കുട്ടികളെ നൽകിയതുപോലെ ഞാനും ഇരട്ടകളിൽ ഒരുവനായിട്ടാണ് ജനിച്ചത്. എന്റെ ട്വിൻ ബ്രദറും എന്നെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് തിരിച്ചറിയുക സാധ്യമല്ല. മുഴുവൻ സമയ സുവിശേഷ പ്രഘോഷണ പ്രവർത്തനങ്ങളിൽ എന്റെ ട്വിൻ ബ്രദറും ഏർപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ധ്യാനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്, ധ്യാനങ്ങൾ ചെയ്യാറുണ്ട്. ഓൾ കേരള ലെവലിൽ കെരിഗ്മ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയ പ്രവർത്തനങ്ങളിൽ എന്റെ ട്വിൻ ബ്രദർ വ്യാപൃതനാണ്. ഞങ്ങൾ ഒരുമിച്ച് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. ട്വിൻ ബ്രദറിന് 3 മക്കളാണുള്ളത്, എനിക്ക് 5 കുട്ടികൾ. കൂടുതൽ മക്കളെ സ്വീകരിക്കാൻ തയ്യാറായ ഒരമ്മ എന്ന നിലയിൽ മക്കളോട് വിമുഖത കാണിക്കുന്ന കുടുംബിനികളോട് അല്ലെങ്കിൽ അമ്മമാരോട് ചേച്ചിക്ക് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? കൂടുതൽ മക്കളുണ്ടാകുന്നത് നമുക്കൊരു ബാധ്യതയല്ല. സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യം കൂടുതലുണ്ടാകുകയും സൗന്ദര്യം വർദ്ധിക്കുകയും കുടുംബത്തിൽ ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാകുകയും സ്നേഹം ഉണ്ടാകുകയും ചെയ്യുന്നു. അതിനാൽ നമുക്ക് കൂടുതൽ മക്കളെ സ്വീകരിക്കുകയാണ് ചെയ്യാൻ. ചേട്ടന്റെ ബ്രദറും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പോയി മക്കൾ മാഹാത്മ്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഇത് കേൾക്കുന്നവർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ എന്താണ് നിങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ധാരാളം ആളുകൾ എന്നോട് ചോദിക്കുന്ന കാര്യം, മുഴുവൻ സമയവും സുവിശേഷ പ്രഘോഷണവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഈ മക്കൾ കൂടുതലുണ്ടായാൽ വീട്ടിൽ ബുദ്ധിമുട്ടാവില്ലേ? തീർച്ചയായും അവരോടെല്ലാം ഒന്നാമത് പറയുന്ന കാര്യം, എന്റെ കുടുംബത്തിൽ പ്രത്യേകിച്ച് ഭാര്യയുടെ സ്വാർത്ഥതയില്ലാതെ മക്കളെ നോക്കാനുള്ള മനസ്സാണ്. അത് സുവിശേഷ വേലയാണ് എന്ന് ഭാര്യയും എന്റെ അമ്മയും ഭാര്യയുടെ സഹോദരിയും ഒക്കെ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെ രണ്ടുപേരെയും മുഴുവൻ സമയവും സുവിശേഷത്തിന് വേണ്ടി വിടാൻ
അവർക്ക് ഇടവരുന്നത്. ഞങ്ങൾ പുറത്തുപോയി സുവിശേഷം പ്രസംഗിക്കുന്നത് പോലെ തന്നെ വീട്ടിൽ മക്കളെ നോക്കുന്നതും അവരെ ശുശ്രൂഷിക്കുന്നതും പരിചരിക്കുന്നതും മറ്റൊരു തരത്തിൽ സുവിശേഷ പ്രവർത്തനമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മറ്റൊന്ന്, ഓരോ കുഞ്ഞും നമ്മുടെ കുടുംബത്തിൽ ജീവിതത്തിൽ വരുമ്പോൾ സന്തോഷം വർദ്ധിതമാവുകയാണ്. ധാരാളം ആളുകൾ മക്കൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ സമൃദ്ധി ഉണ്ടാകുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ചിലരെങ്കിലും ഭൗതികമായ സമൃദ്ധിയെക്കുറിച്ചാണ് കൂടുതലും പറഞ്ഞു കേൾക്കാറുള്ളത്. നിശ്ചയമായും ഓരോ ജീവനും ദൈവം ലോകത്തിൽ കൊണ്ടുവരുമ്പോൾ ആ ജീവന് ഇവിടെ നിലനിൽക്കാൻ ആവശ്യമായ എല്ലാ ചുറ്റുപാടുകളും ദൈവം സജ്ജീകൃതമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ കൂടുതൽ മക്കളുള്ളതുകൊണ്ട് നമുക്കുണ്ടാകാൻ പോകുന്ന സമൃദ്ധി അത് സ്നേഹത്തിന്റെ സമൃദ്ധിയാകും. 2 മക്കളുടെ സ്നേഹവും 10 മക്കളുടെ സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം കൂടുതൽ മക്കൾ ഉണ്ടാകുമ്പോൾ സ്നേഹത്തിന്റെ സമൃദ്ധി നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നു. 2, സന്തോഷത്തിന്റെ സമൃദ്ധി നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നു. കൂട്ടായ്മയുടെ സമൃദ്ധി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നു. 4, നമ്മുടെ പങ്കുവെക്കലിന്റെ ഒരു സമൃദ്ധി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നു. അപ്പൊ ഈ വിധത്തിലുള്ള ഒരു സമൃദ്ധിയും ഈ ലോകത്തിലെ സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്നതല്ല, മറിച്ച് ഔദാര്യപൂർവം ദൈവം തരുന്നതിനെ നാം സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുമ്പോഴാണ്. ഓരോ കുഞ്ഞും ദൈവമാണ് എന്നാണ് വിശുദ്ധഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ ഓരോ കുഞ്ഞും ദൈവമായി കുടുംബത്തിൽ വന്ന് ജനിച്ചു വീഴുന്നത് വഴി കുടുംബം കൂടുതൽ ദൈവ സാന്നിധ്യമുള്ള ഇടമായി മാറുന്നു. അപ്പോൾ ദൈവ സാന്നിധ്യം കൂടുതൽ നിറയുന്നത് നമ്മുടെ കുടുംബങ്ങളെ എത്രയേറെ ആഹ്ലാദമുള്ളതും സമാധാനമുള്ളതും സന്തോഷമുള്ളതും സ്വാർത്ഥത കുറഞ്ഞതുമായ ഒരു കേന്ദ്രമാക്കി മാറ്റും. രണ്ടാമതൊരു, കൂടുതൽ മക്കളുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഭൗതികമായ കാര്യങ്ങളിൽ ആശങ്കപ്പെടാനുള്ള സമയമുണ്ടാവില്ല. ഇവരെ നോക്കി മുന്നോട്ട് പോകാനുള്ള സമയമേ നമുക്കുണ്ടാവൂ. 1-2 കുട്ടികൾ അവരെ സ്കൂളിൽ പറഞ്ഞയച്ചു, ധാരാളം വീട്ടിലെ അമ്മമാര് ടിവിക്ക് മുമ്പിലാണ് ഇരിക്കുക. കാരണം സമയം ഒരുപാടുള്ളത് കൊണ്ടാണ്. സമയം കൂടുതൽ മക്കൾ, അത് ദൈവം ഏൽപ്പിച്ച ദൗത്യമായ ഓരോ ദമ്പതികളും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. നമ്മൾക്ക് ശേഷം ഈ ലോകത്തിൽ ദൈവത്തിന്റെ സന്തോഷവും സമാധാനവും സ്നേഹവും നിലനിർത്തുന്നത് ആരാണ്? ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുമല്ലേ ഈ ലോകത്തെ ഇത്രയും മനോഹരമാക്കിയിട്ടുള്ളത്. ഒരു തരത്തിൽ രവീന്ദ്രനാഥ ടാഗോർ 14ാമത്തെ കുട്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ വളരെ കുഞ്ഞുനാൾ മുതലേ തനിക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞ് മഹാനായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന് ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഓരോ കുഞ്ഞും തിരിച്ചറിവാകുന്ന കാലം മുതലേ തന്റെ ദൈവവിളി ജീവിതാന്തസ് എന്താണെന്ന് തിരിച്ചറിയുകയും അത് കുടുംബജീവിതത്തിലേക്കാണെങ്കിൽ ആ കുടുംബജീവിതത്തിൽ സ്വാർത്ഥതയില്ലാതെ പങ്കുവെക്കപ്പെടുന്ന ജീവിതം നയിക്കാൻ പ്രാപ്തമാവുകയും ചെയ്യണം. കുടുംബജീവിതത്തിന്റെ സ്വാർത്ഥത എവിടെയാണ് അവസാനിക്കുക? ദൈവം തരുന്ന മക്കളെ സ്വീകരിക്കുന്നതിലൂടെയാണ്. സാധാരണ ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം, ഇത് സമർപ്പിത സന്യാസ സമൂഹങ്ങളിലുണ്ടെന്നാണ് നാം പഠിക്കുക. തീർച്ചയായും കുടുംബത്തിലും ഈ 3 കാര്യങ്ങളുമുണ്ട്. ഒരു കുടുംബം എങ്ങനെയാണ് ദാരിദ്ര്യാരൂപിയിൽ ജീവിക്കുക? കൂടുതൽ മക്കളുണ്ടാകുന്നത് കൂടിയാണ്. കുടുംബത്തിന്റെ ബ്രഹ്മചര്യം എന്താണ്? അത് ദൈവം തരുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കലാണ് കുടുംബജീവിതത്തിന്റെ ബ്രഹ്മചര്യം എന്നത്. ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുക. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ അന്നു മുതൽ, ഞാൻ അതിനു മുമ്പും ഞാനും എന്റെ ഭാര്യ അന്നു മുതൽ ഇന്നുവരെ ഏറ്റവും കുറഞ്ഞത് 8 മക്കളെ ദൈവമേ നീ തരണമേ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതൊരു ബൈബിളിന്റെ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുത്തത് എന്റെ ഭാര്യയുമായി പങ്കുവെച്ചത്. ദൈവം ദമ്പതികളോട് പറഞ്ഞു, നിങ്ങൾ പെറ്റു പെരുകണം. 2 പേരോട് പറഞ്ഞു പെരുകാൻ, അത് 4. പിന്നീട് അവരോട് പറഞ്ഞു, നിങ്ങൾ പെരുകിയാൽ പോരാ, നിങ്ങൾ വർദ്ധിക്കണം. 4ന്റെ വർധനവേട്ടാണ്. അപ്പോൾ ഓരോ ക്രൈസ്തവ കുടുംബവും കൂടുതൽ മക്കളുണ്ടാകുമ്പോൾ 1 ആരോഗ്യമുണ്ടാകുന്നു സ്ത്രീക്ക്, 2 സൗന്ദര്യമുണ്ടാകുന്നു, 3 ബുദ്ധി വർദ്ധിക്കുന്നു. ഇതെല്ലാം ശാസ്ത്രം തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഞാനൊരിക്കൽ വയനാട്ടിൽ അവിടുത്തെ യാക്കോബൈറ്റ് സഭയിൽപ്പെട്ട ആളുകൾക്ക് ക്ലാസ് ഒരു സെമിനാർ നടത്താൻ പോയപ്പോൾ കൂടുതൽ മക്കൾ വേണമെന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അവിടെ വന്ന ഒരു സുഹൃത്ത് എന്നെ ഒരു മുസ്ലിം സ്ത്രീയെ പരിചയപ്പെടുത്തി. 23 കുട്ടികളുടെ അമ്മയാണ് ആ സ്ത്രീ.
ആ സ്ത്രീയുടെ മുഖത്ത് സൗന്ദര്യം സമൃദ്ധമായിട്ടുണ്ട്. ആ സ്ത്രീക്ക് ആരോഗ്യത്തിന് കുറവുണ്ടായിരുന്നില്ല. ആ സ്ത്രീ നല്ല കഴിവും ബുദ്ധിശക്തിയുമുള്ളയാളാണ്. അപ്പോൾ മക്കളുടെ എണ്ണം കുറയ്ക്കുന്നത് കൊണ്ട് അറിയാതെ നമ്മൾ ബലഹീനരാവുകയാണ്, നമ്മൾ ചെറുതാവുകയാണ്. മറ്റൊന്ന്, നമ്മുടെ സമുദായം ഇല്ലാതായി തീരുകയാണ്. ലോകം മുഴുവൻ സുവിശേഷം എത്തണമെങ്കിൽ കത്തോലിക്ക കുടുംബങ്ങളിൽ വിശ്വാസമുള്ള ദമ്പതികൾക്ക് ദൈവം നൽകുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നതേ ഉള്ളൂ. വിശുദ്ധ ജോൺ ബോളിനെ പോലെ, വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെ പോലെ, വാഴ്ത്തപ്പെട്ട മദർ തെരേസയെ പോലെ ധാരാളം വിശുദ്ധര് ദൈവം ഓരോ ദമ്പതികളുടെ ഉള്ളിൽ കൊടുക്കുന്നുണ്ടെന്നും ആ കൊടുക്കുന്നതിനെ വേണ്ടെന്ന് വെക്കുന്നത് കൊണ്ടാണ് ഇന്ന് ലോകം ഇത്രയും അരക്ഷിതമാകുന്നതെന്നും ഞാൻ ആളുകളെ എന്റെ സെമിനാറിലൊക്കെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഒന്ന്, പ്രസവിക്കാൻ സ്ത്രീയാണ് മനസ്സ് കാണിക്കേണ്ടത്. സ്ത്രീയുടെ ദൗത്യമാണ്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ സ്ത്രീയുടെയും ദൗത്യമാണ് പ്രസവിക്കുക എന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ കുടുംബത്തിന് പുറത്തുപോയി അധ്വാനിക്കുകയും ഒന്നോ രണ്ടോ മക്കൾക്ക് വേണ്ടി ധാരാളം സമ്പാദിക്കുകയും ആ സമ്പത്ത് മുഴുവൻ വൃഥാവിലായി പോവുകയും ചെയ്യുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് കത്തോലിക്ക കുടുംബങ്ങളിൽ കുട്ടികൾക്ക് മാനസിക ആരോഗ്യമില്ല. കാരണം അത് 1-2 അവസാനിപ്പിച്ചതുകൊണ്ടാണ്. യുക്യാറ്റിൽ, യുവജന മതബോധന ഗ്രന്ഥത്തിൽ ഒന്നാമത്തെ ഒരു ചോദ്യം ഇതാണ്: ദൈവം എന്തിനു വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു? അവിടുത്തെ അറിഞ്ഞ്, അവിടുത്തെ സ്നേഹിച്ച്, അവിടുത്തെ ഹിതം അനുസരിച്ച് ജീവിച്ച് ഒരു നാൾ സ്വർഗത്തിൽ പോകാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ് അവിടെ ഉത്തരം. അങ്ങനെയെങ്കിൽ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്ന ഒരാൾ എപ്പോഴാണ് സ്വർഗത്തിൽ പോവുക? ദൈവത്തെ അറിഞ്ഞ്, അവിടുത്തെ സ്നേഹിച്ച്, അവിടുത്തെ ഹിതം മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ്. കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെടുന്ന ഒരു ദമ്പതികളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണ്? അവിടുന്ന് നൽകുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. ലോകത്തിലെ ആദ്യത്തെ സ്ഥാപനം എന്ന് പറയുന്നത് കുടുംബം എന്ന സ്ഥാപനമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പറയുന്നതും കുടുംബം തന്നെയാണ്. ഏറ്റവും ചെറുതും കുടുംബമാണ്. ഓരോ കുടുംബവും ഏറെ വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തമാകുന്ന ഓരോ കൊച്ചു സ്ഥാപനങ്ങളിലേക്ക് ദൈവം നമ്മളെ വിളിച്ചേൽപ്പിച്ച് ഉത്തരവാദിത്വം തരികയാണ്, അപ്പനെന്ന നിലയിൽ, അമ്മയെന്ന നിലയിൽ. ആ സ്ഥാപനം എത്രമാത്രം വലുതാകാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം നാം വലുതാക്കേണ്ടതുണ്ട്. ദമ്പതികളുടെ ദൗത്യം അതാണ്. ദമ്പതികൾ അതിനുവേണ്ടിയാണ് നിലനിൽക്കേണ്ടത്. ദൈവം തരുന്ന മക്കളെ സ്വീകരിക്കുക. അത് ദൈവത്തിന്റെ സ്വപ്നമാണ്, ദൈവത്തിന്റെ ആഗ്രഹമാണ്, ദൈവത്തിന്റെ താല്പര്യം. അത് സുവിശേഷ പ്രഘോഷണ പ്രവർത്തനമാണ്. കുടുംബത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ സുവിശേഷ ദൗത്യം ദൈവം നൽകുന്ന മക്കളെ സ്വീകരിക്കുക എന്നതാണ്. നമ്മളൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കാറുണ്ട്: ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, വയലിലെ ലില്ലികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും ദൈവം അവയെ പരിപാലിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ സമൃദ്ധമായി പരിപാലിക്കുമെന്നാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ മൂന്നാമതൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ചില ദമ്പതികൾ ചോദിക്കുന്നു: ഈ കുഞ്ഞിനെ ആരാണ് വിദ്യാഭ്യാസം ചെയ്യാൻ പണം തരിക? ഈ കുഞ്ഞിനെ ആരാണ് ആശുപത്രിയിൽ ചെലവ് തരിക? നമ്മൾ വായിച്ച വചനം എന്താണ് നമ്മളോട് പറയുന്ന വിചിന്തനം? ദൈവം പരിപാലിക്കുമെന്നാണ്. അപ്പൊ 2 മക്കൾ മതി എന്ന് പറഞ്ഞ ഒരു ദമ്പതികൾ 2, 1, 3 അവസാനിപ്പിക്കുമ്പോൾ അവർ പറയാൻ ശ്രമം നടത്തുന്നത്: ദൈവമേ, ഞങ്ങൾക്ക് ഇത്രയേ പറ്റൂ, ഈ 2 മക്കളെ ഞങ്ങൾ നോക്കാനാവൂ. അപ്പോൾ ദൈവം ഒരു കാര്യം തിരിച്ചു പറയുകയാണ്: നിങ്ങൾക്ക് പറ്റുന്നതിന്. പിന്നെ ആ 2 കുട്ടികളുടെ ഉത്തരവാദിത്വം ആ ദമ്പതികൾക്ക് മാത്രമാണ്. അതേസമയം കൂടുതൽ മക്കളെ ദൈവം തരുന്നതിനെ സ്വീകരിക്കുന്ന ദമ്പതികൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ദൈവം ഇനിയും തരുന്ന മക്കളെ ഞാൻ സ്വീകരിക്കുകയാണ്, ഞങ്ങൾ ഒരുമിച്ച് സ്വീകരിക്കുകയാണ്, ആ മക്കളെ നീ നോക്കണം. അപ്പോൾ കൂടുതൽ മക്കളെ സ്വീകരിക്കുന്ന ദമ്പതികളെ ആരായിരിക്കും നോക്കുക? നിശ്ചയമായും ദൈവം തന്നെയായി. ദൈവത്തിന്റെ ആ ഒരു പരിപാലനം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. തീർച്ചയായും വീട്ടിൽ ആ സന്തോഷവും ആ സ്നേഹവും. ഞാൻ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, കഷ്ടപ്പാടുകൾ. എന്നെ കഴിഞ്ഞും കൂടുതൽ ഒരുപക്ഷെ ബുദ്ധിമുട്ടുന്നത് എന്റെ ഭാര്യയാകണം. വീട്ടിലുള്ള അമ്മയും സഹോദരിയുമാകും. ഞങ്ങൾ 2 പേരും ധാരാളം സമയം മുഴുവൻ പുറത്ത് സുവിശേഷത്തിന് വേണ്ടിയാണ്. പക്ഷെ ഈ കഷ്ടപ്പാട് സ്വർഗത്തിലെത്താൻ പര്യാപ്തമാണ്. ഒരമ്മ എന്ന നിലയിൽ, ഒരപ്പൻ എന്ന നിലയിൽ ഈ ബുദ്ധിമുട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോഴാണ് സ്വർഗം എന്ന ലക്ഷ്യത്തിൽ നമ്മൾ എത്തുക. ദൈവം ഏൽപ്പിച്ച ജോലി ചെയ്യാതെ എങ്ങനെയാണ് സ്വർഗം കിട്ടുക? ഒരു പുരോഹിതന്റെ ജോലി കൂദാശകൾ പരികർമ്മം ചെയ്യുക എന്ന ശ്രേഷ്ഠമായ ദൗത്യം പോലെ തന്നെ ദമ്പതികളുടെ ജോലി ജീവന് ജന്മം നൽകാനായിട്ടുള്ളതാണ്. അൾത്താരയിൽ വൈദികൻ യേശുവിന്റെ ശരീരരക്തങ്ങൾ ജനത്തിന് ജീവൻ നൽകാൻ പരികർമ്മം ചെയ്യുന്നത് പോലെ ദമ്പതികൾ
നാളത്തെ ഈ ലോകത്തിന്റെ നന്മയ്ക്കായി ദൈവം നൽകുന്ന മക്കളെ സ്വീകരിക്കാനുള്ള വിശാലമായ മനസ്സ് അവരുടെ ദാമ്പത്യ കിടക്കയിൽ രൂപപ്പെടുത്തുന്നു. നിശ്ചയമായും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കുഞ്ഞും അവരുടെ ജീവിതാവസാനം വരെ കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടായാൽ നമ്മളൊക്കെ അത്ഭുതം വിചാരിക്കും. ഈ കുഞ്ഞുങ്ങളിലൂടെയും മക്കളിലൂടെ ദൈവം എത്രമാത്രം നന്മകളാണ് ലോകത്തിൽ നീ ചൊരിയുന്നത്. അപ്പോൾ നമുക്ക് ധാരാളം മക്കളുണ്ടായാൽ, അവർക്ക് ധാരാളം മക്കളുണ്ടായാൽ അതെല്ലാം ലോകത്തിന്റെ സുവിശേഷവൽക്കരണമാണ്. തീർച്ചയായും നമ്മളെല്ലാവരും സഭ കുറേയും കൂടെ ബോധപൂർവം നമ്മുടെ എല്ലാ മേഖലയിലും കുടുംബം വലുതാകാൻ പഠിപ്പിക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും സഹായിക്കേണ്ടതും ആവശ്യമാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. തീർച്ചയായും അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് കഴിഞ്ഞും അപകടകരമായ സ്ഥിതി കേരളത്തിൽ വരികയാണ്. മക്കളുടെ എണ്ണം കുറഞ്ഞ് നമ്മുടെ ദേവാലയങ്ങളിൽ ആളില്ലാതെ വരുന്നു, മതപഠനത്തിന് ആളില്ലാതെ വരുന്നു. ഇതെല്ലാം സ്വാർത്ഥരായതുകൊണ്ടാണ് നമ്മൾ. അപ്പോൾ ഓരോ കുഞ്ഞിനെയും വളരെ കുഞ്ഞുനാൾ മുതലേ അവരുടെ ജീവിതാന്തസ് തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബജീവിതത്തിലേക്കാണ് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ വളരെ ചെറുപ്പത്തിലെ ദൈവം നൽകുന്ന മക്കളെ സ്വീകരിക്കാനുള്ള ജ്ഞാനം അവരിൽ നമ്മൾ നിറയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ബോധ്യം അവരിൽ നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. ആ ഒരു ബോധ്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ചേട്ടന് സാധിക്കുന്നുണ്ട്? തീർച്ചയായും. ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ 5ാം ക്ലാസ് മുതലുള്ള കുട്ടികളോട് ഞാനിത് ഓർമ്മപ്പെടുത്താറുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട ധ്യാനത്തിനെല്ലാം അവരോട് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ കൊടുക്കുന്ന ഒരു ഹോംവർക്കാണ് പപ്പ മമ്മി സാധിക്കുമെങ്കിൽ ഞങ്ങൾക്കൊരു കുഞ്ഞ് അനുജത്തിയെ തരാൻ അവരോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരിക്കൽ അങ്ങനെ ഒരു ഹോംവർക്ക് കൊടുത്ത് പിറ്റേ ദിവസം തിരിച്ചു വന്ന ഒരു കുഞ്ഞിനോട് ഞാൻ എന്താണ് ഇന്നലെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ സംഭവിച്ചത്, പപ്പയും മമ്മി എന്തു പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അമ്മ കൊടുത്ത ഉത്തരം എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തി. ആ കുട്ടി വന്ന് പറഞ്ഞു, അമ്മ പറഞ്ഞു ഉടുപ്പ് വാങ്ങാൻ കാശില്ലാത്തത് കൊണ്ട് അടുത്ത ഒരു കുഞ്ഞുവാവ വേണ്ട എന്ന് തീരുമാനിച്ചു എന്ന്. അത് കുഞ്ഞിനെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞതാണെങ്കിലും സമ്പത്താണ് കുഞ്ഞുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്നത് എന്നവർ പറയുകയാണ്. ഈ ലോകം മുഴുവൻ എല്ലാ തരത്തിലും സമ്പത്ത് നിറച്ചിരിക്കുന്ന ദൈവത്തിന് അസാധ്യമാണോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കുഞ്ഞിനെ നോക്കാൻ? നമ്മളെ ഇത്രത്തോളം പരിപാലിച്ച ദൈവത്തിന് നമുക്ക് ദൈവം തരുന്ന മക്കളെ പരിപാലിക്കാൻ സാധിക്കില്ലേ? വലിയ കുടുംബം സന്തുഷ്ട കുടുംബം. മക്കൾ ഒരു ബാധ്യതയല്ല, സംരക്ഷണ കവചമാണ് ഓരോ കുടുംബത്തിനും. ഈ സന്ദേശം ഇന്നത്തെ കൃപയുടെ വഴികളിലൂടെ നമ്മൾ വീണ്ടും അടുത്തറിയുകയാണ്, ശ്രവിക്കുകയാണ്. ഇന്നത്തെ കൃപയുടെ വഴികൾ ഇവിടെ പൂർണ്ണമാകുന്നു.